ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജൂൺ 2-ാം തീയതിക്ക് മുതൽക്ക് വ്യാഴം മാറുന്നു. അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. രാശി വശാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫലങ്ങൾ വന്നിരിക്കുമെന്നുള്ളതിന് സംശയമൊന്നും തന്നെയില്ല. എന്നിരുന്നാലും നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കണം. ഇപ്പം മിഥുനം ലഗ്നമായിട്ടാണ് ഈ വ്യാഴം നിങ്ങളുടേതായ രാശിക്ക് 2-ാം ഭാവത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കണക്കാക്കണം. അതുപോലെ തന്നെ മിഥുനം ലഗ്നമായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഗ്രഹങ്ങൾ, അതായത് ജൂൺ മാസം മുതൽക്ക് ഉള്ള ഗ്രഹങ്ങൾ ഏത് രീതിക്കായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജന്മജാതകത്തിലും ഇതേപോലെയുള്ള ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു രാശിക്കുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങളുടെ ജന്മജാതകത്തിൽ ഈ പൊസിഷനുകളിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ പ്രഭാവത്തിലൂടെ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫ് സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ലഗ്നമാണ് എപ്പോഴും ബേസിക് ആയിട്ട് വരുന്നത്. രാശി എന്ന് നമ്മുടെ റണ്ണിങ് പോയിന്റാണ്. നമ്മുടെ ജീവിതത്തിൻ്റെതായ ഓരോ ദിനങ്ങളെയും നിമിഷങ്ങളെയും കുറിക്കുന്നതാണ് രാശി. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് ചിന്തിച്ച് മുന്നിലേക്ക് വരാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ പറയും മിഥുനം ലഗ്നത്തിനുള്ളിലാണ് ഇപ്പോൾ ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്നത്. കർക്കിടകം രാശിയായ 2-ാം ഭാവത്തിൽ വ്യാഴം, 3-ാം ഭാവമായ ചിങ്ങം രാശിക്കുള്ളിൽ കേതുവും, അതുപോലെ 9-ാം ഭാവത്തിൽ രാഹുവും, 10-ാം ഇടത്ത് ശനീശ്വരനും, 11-ാം ഭാവത്തിൽ ചൊവ്വ സ്വന്തം വീടായ മേടം രാശിക്കുള്ളിൽ തന്നെയാണ്. അതുപോലെ 12-ാം ഭാവമായ വിരയസ്ഥാനം, അതായത് നമ്മുടേതായ എന്തിൻ്റെ ചിലവുകളെ കുറിക്കുന്ന ഒരു സ്ഥാനത്തെയാണ് വിരയസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ 12-ാം ഭാവത്തിൽ സൂര്യനും നിലകൊള്ളുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഭാവങ്ങളിൽ നിങ്ങൾക്ക് ഗ്രഹങ്ങൾ സ്വന്തം ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിൽ അത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ലഗ്നത്തിൽ ബുധനും ശുക്രനും നിലകൊള്ളുന്ന ജാതകക്കാർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പ്രഭാവത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രാശിവശാലുള്ള ഒരു പ്രവചനം ഏത് രീതിയിൽ ഗുണം ചെയ്യുമെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് നമുക്കൊരു മുന്നേറ്റത്തിനുള്ള വഴി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. വീഡിയോ ഒരല്പം ദൈർഘ്യമായി പോയാൽ പോലും നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കണം. കാരണം നിലവിലുള്ള ഈ സാഹചര്യം രാശിയെക്കുറിച്ച് മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. ലഗ്നത്തിനുള്ളിൽ അല്ലെങ്കിൽ ലഗ്നവശാൽ 12 രാശിക്കുള്ളിൽ ഈ ഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പ്രോസസ്സ് ഇങ്ങനെ മാത്രമേ സംഭവിക്കൂ. അതിനെ ചിന്തയോടുകൂടി കൊണ്ടുവന്നാൽ നമുക്ക് വിജയം പ്രാപ്തമാകും. ഇപ്പോൾ ലഗ്നത്തിനുള്ളിൽ, അതായത് മിഥുനം ലഗ്നത്തിനുള്ളിൽ ഈ ബുധൻ സഞ്ചാരം നടത്തുന്ന ഒരു ജാതകനാണെങ്കിൽ ഇവരുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്കൊന്നും പുറത്തറിയാനായിട്ട് കഴിയില്ല. കാരണം വെച്ചാൽ ഇവർക്കുടേതായ മനസ്സിൽ ഇവർ എന്ത് ചിന്തിക്കുന്നുവെന്ന് മറ്റൊരാൾക്ക് കണ്ടെത്താൻ ഒരിക്കലും കഴിയില്ല. മനസ്സിനുള്ളിൽ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും മറ്റൊരാളോട് ഇടപെട്ട് നല്ല രീതിക്ക് സന്തോഷത്തോടുകൂടി പെരുമാറുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നല്ല കലാപരമായ സൃഷ്ടിയും ചിന്തകളുമൊക്കെ ഇവർക്ക് എപ്പോഴും തന്നെ പ്രാപ്തമായിരിക്കുമെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇവരെ പറ്റിക്കാനൊന്നും കഴിയില്ല. ബോധപൂർവം പറ്റിക്കപ്പെടും എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇവരെ പറ്റിച്ചു എന്ന് മറ്റുള്ളവർ കരുതുമ്പോൾ ഇവർ ബോധപൂർവം അതിനെ അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയായിരിക്കും ഈ മിഥുനം ലഗ്നത്തിനുള്ളിലെ ബുധൻ എപ്പോഴും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെയധികം സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ മുഖം മുറിഞ്ഞ് ഒരു കാര്യങ്ങളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതായത് ദേഷ്യം വരുന്ന ഭാവത്തിലേക്ക് ആരോടും ഇടപെട്ട് സംസാരിക്കില്ല. അത്രത്തോളം പ്രശ്നങ്ങൾ കടുക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇവർ ദേഷ്യപ്പെടാനായിട്ട് മുതിരുക എന്നുള്ള കാര്യം. അപ്പോൾ മിഥുനം ലഗ്നത്തിനുള്ളിൽ ബുധൻ സഞ്ചാരം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ വന്നെത്തും. അപ്പോൾ ഈ ബുദ്ധി വൈഭവത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മിഥുനം ലഗ്നത്തിനുള്ളിൽ ശുക്രനും കൂടി സഞ്ചാരം നടത്തുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ജന്മജാതകത്തിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഗ്നത്തിനുള്ളിൽ ശുക്രൻ സഞ്ചാരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ നിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു മതിപ്പൊക്കെ വന്നെത്താനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ജാഗ്രത പുലർത്തണം. ബുദ്ധിയും വിവേകവും നിങ്ങളുടേതായ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് ആയിരിക്കണം. അത് നിങ്ങളെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ, ബുധൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വിശ്വാസത്തിൽ കണക്കിലെടുത്തിട്ട് നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ 100% ഇവിടെയുണ്ട്. സ്ത്രീകളാൽ പറ്റിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളതാണ് സത്യം. ഐശ്വര്യവും ദീർഘായുസ്സും ഒക്കെ ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ദാമ്പത്യ സുഖമൊക്കെയും പ്രദാനം ചെയ്യും. അതുപോലെ പുണർന്ന നക്ഷത്രക്കാർക്ക് നല്ല രീതിക്ക് തന്നെ അത് പ്രാപ്തമാകും. കുടുംബപരമായ അന്തരീക്ഷത്തിലൊക്കെ ഒരു നല്ല ഐക്യതയൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നെത്തും. അതുപോലെ തന്നെ ലഗ്നാല് ശുക്രൻ നിൽക്കുന്ന ജാതകന് കുടുംബ അന്തരീക്ഷം എപ്പോഴും നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് കഴിയും. എസ്പെഷ്യലി ആയിട്ട് പറയുന്ന വേളയിൽ നമുക്ക്
ഈ പുണർദം എങ്ങനെയായാലും ഒരു ഐക്യത്തോടെ കൂടി കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഈ തിരുവാതിരയ്ക്കാണെങ്കിൽ ഒരല്പം തർക്കത്തിലൂടെയൊക്കെ ആ കുടുംബത്തെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മകയിരമാണെങ്കിൽ അത് തർക്കത്തിലേക്ക് കോടതിയിലൊക്കെ പോയി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ചിന്താഗതികൾക്ക് വ്യത്യസ്തമാകാതെ ആയ രീതിയിൽ ചിന്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പ്രശ്നങ്ങളെ രൂക്ഷമാക്കാതെ വായ്ക്ക് എതിർവ വയ്ക്കാതെ പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ നിങ്ങൾക്ക് നിൽക്കുന്ന ജാതകമാണെങ്കിൽ 100% ഈ പറയുന്ന പ്രശ്നം അവിടെ വരും. അനുസരിച്ച് പോകേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ ഉള്ളിൽ ശുക്രൻ്റേതായ ഈ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നല്ല രീതിക്ക് അതിനെ പ്രോത്സാഹനം കൊടുത്ത് മുന്നിലേക്ക് വരിക. അത് ഉള്ളിലെ ലഗ്നമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള കഴിവുകളുണ്ടായിരിക്കും. അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നുവോ അത്രത്തോളം വിജയം നിങ്ങൾക്കുണ്ട്. അതായത് പുറമേ ഓരോ വിഷയങ്ങളിലും ചെന്ന് കയറി മറ്റുള്ളവർക്കൊപ്പം പോയി ജോലി ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിന് പകരം സ്വന്തമായ കഴിവുകൾ കൂടി എനേബിൾ ആക്കി പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നാൽ 100% ഇവിടെ വിജയമുണ്ട്. ചിലർക്കൊക്കെ തന്നെ മീഡിയ സംബന്ധപ്പെട്ട രീതിയിൽ നല്ല അനുഭവങ്ങളുണ്ടായിരിക്കാം. യൂട്യൂബ് സംബന്ധപ്പെട്ട രീതിയിൽ നല്ല അനുഭവങ്ങളുണ്ടായിരിക്കാം. അതുപോലെ പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കും. നൃത്തം, സംഗീതം എന്തുമാവട്ടെ അത് അത്തരത്തിലുള്ള കലാപരമായ സൃഷ്ടികൾ അതായത് സാഹിത്യം ഒക്കെ എഴുതുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യാൻ എല്ലാ കാലവും കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ രാശിവശാൽ പറയുമ്പോൾ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലെ കഴിവുകളെ പ്രോസസ്സ് ചെയ്താൽ വളരെയധികം നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവും. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. അതായത് ഇപ്പോൾ മിഥുനം രാശിക്ക് 2ാം ഭാവമായ ഇടത്ത് ധനം, കുടുംബം, വാക്കെന്ന് പറയുന്ന സ്ഥാനത്താണ് വ്യാഴം സഞ്ചാരം. അപ്പോൾ രാശി പ്രകാരം നമ്മൾ അതിനെ കണക്കിലെടുത്താൽ ലഗ്നവശാൽ 2ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെതായ ചിന്തകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു മനസ്സ് ഇവിടെ പ്രാപ്തമാക്കും. കാരണം കർക്കിടകം രാശിയിലെ വ്യാഴത്തിന് എപ്പോഴും പൂർണ്ണ ബലമാണ്. അപ്പോൾ അഗ്രസീവ് മോഡ് എന്തായാലും നിങ്ങൾക്ക് നൽകും. ഞാൻ ആദ്യം ഒരു ലഗ്നാൽ ശരീരം കൊണ്ട് ഉള്ളിലെ കഴിവുകളെ എനേബിൾ ചെയ്ത് കൊണ്ടുവന്നാൽ 100% പ്രോസസ്സ് ഇവിടെ വ്യാഴം നൽകും. ഉപദേശങ്ങൾ കേൾക്കാനുള്ള മനസ്സുകൂടി വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കീർത്തി, പേര്, പെരുമ, അന്തസ്സ്, വിദ്യാഭ്യാസം ഒക്കെ നിങ്ങൾക്ക് തരും. ഇതുവരെ എന്തെങ്കിലും കാര്യങ്ങൾ പഠനങ്ങൾക്ക് തടസ്സമുണ്ടായെങ്കിൽ 100% നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെയായിരിക്കും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ പഠനങ്ങളൊക്കെ നടന്ന് LLB പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലൊക്കെ പഠിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ലഭിക്കും. അതുപോലെ അഡ്വക്കേറ്റ് സംബന്ധപ്പെട്ട അടുത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല മുന്നേറ്റങ്ങളും അംഗീകാരങ്ങളും എന്തായാലും വ്യാഴം നൽകും. ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് പെൻഡിങ്ങിൽ കിടക്കുന്നത് ജയിക്കാതെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് 100% ഈ ഒരു സമയം നിങ്ങൾക്കത് പ്രോസസ്സിലേക്ക് വരികയും നിങ്ങളുടെ വാക്കുകൾ അവിടെ പ്രവൃത്തിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കും. അപ്പോൾ ലഗ്നാൽ 2ാം ഭാവത്തിലെ വ്യാഴം 100% അത് ശുഭം എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ജന്മജാതകത്തിൽ ഇതേപോലെ ലഗ്നത്തിൻ്റെ മിഥുനം ലഗ്നത്തിൻ്റെ 2ൽ വ്യാഴം നിൽക്കുന്ന ജാതകനാണെങ്കിൽ 100% നിയമപരമായ രീതിയിൽ പഠനങ്ങളൊക്കെ നടത്തിയാൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മിഥുനം, കന്നി, മീനം രാശികളിൽ 1 ലഗ്നമായിട്ടാണ് വ്യാഴം വരുന്നതെങ്കിൽ 100% എല്ലായിടത്തും ഈ പറയുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് വർക്കൗട്ടാകും. അധികമായ ധനം ലഭിക്കുമെന്നാണ്. അതായത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരല്പം സ്ട്രഗിൾ ചെയ്യുക, ധാരാളം ധനം നേടുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോടതിയിലെ ഒരു കേസാണെന്നിരിക്കട്ടെ, കേസൊന്നും മാറ്റിവെച്ചു, കാശ് പോക്കറ്റിലേക്ക് വന്നു. അതാണ് പ്രോസസ്സ് എന്ന് പറയുക. അന്ന് കേസ് വാദങ്ങളൊന്നും നടന്നില്ല, മാറ്റിവെക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. ഇതേപോലെ ഏതൊരു ഇടങ്ങളിലാണെങ്കിൽ കമ്മീഷൻ പോലെ ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു കൊത്തപ്പണി ചെയ്യുന്ന ഒരു ആശാരി ആണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിനാണെങ്കിൽ പോലും പെട്ടെന്ന് കാശ് വന്ന് ചേരുന്ന ഒരു സാഹചര്യം. അതായത് 2 ദിവസത്തെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് കാശ് വാങ്ങി പോകാനുള്ള സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും ഈ 2ലെ വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷത്തെ പ്രദാനം ചെയ്യും. അത് എല്ലാ കാലത്തും ഉണ്ടാവില്ല. ഉള്ള സമയത്ത് പ്രാക്ടിക്കലായ രീതിക്ക് ചിന്തിക്കാനായിട്ട് പഠിക്കുക. 2ലെ വ്യാഴം ഇങ്ങനെ ഒരു ചിന്താഗതി നടത്തുകയാണെങ്കിലും ഇപ്പോൾ കേന്ദ്രാധിപത്യം ഉള്ള ഒരു ഭാവത്തിലാണ് വ്യാഴമെങ്കിൽ ആ ദശാകാലം നടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ആ ഒരു അപഹാരം നടക്കുന്ന വേളയിൽ ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും അതുപോലെ നമുക്ക് കുടുംബത്തിൽ ദുഃഖാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും മരണം വരെ സംഭവിക്കാം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. കേന്ദ്രാധിപത്യം ഉള്ള ഒരു ജാതകത്തിലാണെങ്കിൽ 100% ആ ദശാകാലത്തിൽ ആ വ്യക്തിക്ക് ആപത്തും സംഭവിക്കാനുള്ള സാധ്യതകളും 100%. അപ്പോൾ നന്മയും തിന്മയും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ജാതകത്തിൽ കേന്ദ്രാധിപത്യ വ്യാഴം നടക്കുന്ന ഒരു കാലം അല്ലെങ്കിൽ ആ ഒരു ദശാകാലം നടക്കുന്നു അല്ലെങ്കിൽ അപഹാരം നടക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ
വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ഒരല്പം ജാഗ്രത എപ്പോഴും വേണം. ആപത്തുകൾ നിങ്ങൾക്ക് പിന്നിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ വ്യാഴത്തിൻ്റേത് ഉപദേശി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഉപദേശിക്കുന്നവൻ തന്നെ നമുക്ക് കഴുത്തിൽ കത്തി വയ്ക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ആപത്തെന്ന് പറയാൻ മരണത്തെ മാത്രം കണ്ടെത്താതെ പോരാ. നമുക്ക് നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആ ഒരു പ്രോസസ്സും കൂടി ആണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ കൂട്ടുകെട്ടുകൾ കേന്ദ്രാധിപത്യം നിൽക്കുന്ന വ്യാഴം കേന്ദ്രാധിപത്യം ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അച്ഛനമ്മമാരൊക്കെ മക്കളോട് "എടാ നീ പോകല്ലേ" എന്ന് പറയും. "ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകല്ലേ, നീ അവരോട് പോണ്ട" എന്ന് പറഞ്ഞാൽ അതും അവഗണിച്ച് പോകുന്നവർക്കാണെങ്കിൽ 100% ഈ പറയുന്ന പ്രോസസ്സ് ഇവിടെ വർക്കൗട്ട് ആവും. ജന്മജാതകത്തിൽ വ്യാഴത്തിന് 2 വിധത്തിലും ഫലം നൽകി എല്ലാ ഗ്രഹത്തിനും 2 വിധത്തിൽ നൽകാനായിട്ട് കഴിയും ഫലം. നന്മയും തിന്മയും ചെയ്യാൻ 9 ഗ്രഹങ്ങളും നന്മ ചെയ്യുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. അത് ഇരിക്കുന്ന ഭാവവും അവരുടെ പ്രകൃതത്തിനും അനുസൃതമായിട്ടായിരുന്നു നമുക്ക് നല്ലത് ചീത്തയും ചെയ്യുക. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളും നല്ലത് തന്നെയാണ്. അതേപോലെ മോശവും തന്നെ. വ്യാഴം നല്ലത് തന്നെയാണ്. അതേസമയം അദ്ദേഹം ഇരിക്കുന്ന ഇടത്തിൻ്റെതായ ഭാവത്തിനനുസരിച്ച് അദ്ദേഹം മോശം ആയി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു സഞ്ചാരം നടത്തിയത്. ഈ വർഷം ഡിസംബർ മാസം വരെ കേതു ആ ഒരു ഭാവത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് അഗ്രസീവായ രീതിയിൽ മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രാപ്തതയൊക്കെ നമുക്ക് എന്തായാലും ഈ കേതു നൽകും. അതായത് തൊഴിൽ ഭാവം, അതായത് നമ്മുടേതായ പ്രയത്നങ്ങളുടേതായ ഭാവത്തിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിലേക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ കണക്കിലെടുക്കുന്ന രാശിവശാലല്ല ലഗ്നവശാൽ കണക്കിലെടുക്കുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് മാതാപിതാക്കൾക്ക് എല്ലാ കാലത്തും ദുഃഖം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും. അതായത് ജനിച്ച കാലം മുതൽക്ക് നിങ്ങളെക്കൊണ്ട് ദുഃഖമായിരിക്കും. അത് നിങ്ങൾക്കൊരു നല്ല കാര്യം ചെയ്തു തരാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നടത്തി കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിന് സഹായിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഏത് വിധത്തിലും ഒരു പ്രശ്നത്തെ അവിടെ കൊണ്ടുവന്ന് അച്ഛനമ്മമാർക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യും. മകയിരം, തിരുവാതിര, പുണർന്നം എന്നീ നക്ഷത്രക്കാരുടേതായ മാതാപിതാക്കൾക്ക് ദുഃഖം എന്തായാലും പ്രദാനം ചെയ്തിരിക്കും. അതുപോലെ തന്നെ സഹോദരികളുടേതായ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ 3-ൽ നിൽക്കുന്ന കേതു അവിടെ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ നല്ല പേരും പ്രസിദ്ധിയും അംഗീകാരമൊക്കെ എല്ലായിടത്തും തൊഴിലിടങ്ങളിലൊക്കെ നല്ല പേരും പ്രസിദ്ധിയും അംഗീകാരമൊക്കെയും ഈ 3-ൽ നിൽക്കുന്ന കേതു തരും. പക്ഷേ നിങ്ങൾ ഒരല്പം നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള രീതിക്ക് ചിന്തിക്കണം. കാരണം ഒപ്പം ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചിന്താഗതികൾ, അതായത് അനോണിമസ് ആയിട്ടുള്ള ചിന്താഗതികൾ ഉണ്ടാകും. പെട്ടെന്ന് കാശ് സമ്പാദിക്കുക, മറ്റുള്ള റൂട്ടിലൂടെ സഞ്ചരിക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അത്തരത്തിൽ ദുഷ്ടചിന്താഗതികൾ ഉള്ള സുഹൃത്തുക്കൾക്കൊപ്പം മാത്രം ഇടപെട്ട് മുന്നിലേക്ക് പോകുവാനേ കഴിയുകയും ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ നിലവിൽ ഈ മിഥുനം ലഗ്നമായിരിക്കുന്നവരുടെ 3-ാം ഭാവത്തിലാണ് കേതു സഞ്ചാരം നടത്തുന്നത്. രാശിക്കും 3-ൽ തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യസ്തതകളുണ്ട്. രാശി റണ്ണിങ് പോയിന്റിൽ ഈ പ്രോസസ്സിനെ മനസ്സിലാക്കിയാൽ ലഗ്നം എന്ന് പറയുന്നത് ആയുസാണ്ട് കാലം, രാശി എന്ന് പറഞ്ഞാൽ റണ്ണിങ് പോയിന്റ് കുറച്ച് കാലത്തേക്ക്. എവിടെ എന്ത് ചിന്തിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിലാണ് ഈ സർപ്പം സ്ഥിതി ചെയ്യുന്നത്, രാഹു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 9-ാം ഭാവത്തിൽ സർപ്പഗ്രഹമായ രാഹു സ്ഥിതി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അച്ഛനോടൊക്കെ ഒരല്പം ഇഷ്ടക്കേടൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അത് നേരത്തെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കാലത്തിന് വരാം എന്നുള്ള സാഹചര്യം. അതായത് ഏതായാലും ലഗ്നവശാൽ 9-ാം ഇടത്തിൽ സർപ്പം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും മാതാപിതാക്കളോട് ഒരു ഇഷ്ടക്കേടൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടാകും. ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒരു ഇടം വിട്ട് മറ്റൊരിടത്തേക്ക് പോയി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാത്ത സാഹചര്യങ്ങളും ഈ 9-ാം ഭാവത്തിലുള്ള സർപ്പം ക്രിയേറ്റ് ചെയ്യും. അതായത് തനിക്ക് താൻ പോകുന്ന ഒരു സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്ത് വിടും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ധനവും പേരും പെരുമയും അന്തസ്സുമൊക്കെ നൽകും. പക്ഷേ നിങ്ങൾക്ക് വളരെയധികം മുൻദേഷ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതായത് എന്തൊരു കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾ പൊടുന്നനെ ദേഷ്യം വരുന്ന ഒരു സാഹചര്യം. ആ ഒരു ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം വേണം. ഇത് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ തകരാറുകൾ ഉണ്ടാക്കും. അതായത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രോസസ്സ് പ്രശ്നത്തെ സൃഷ്ടിക്കുക. എല്ലാവരുമായിട്ടും അച്ഛൻ, അമ്മമാർ തുടങ്ങി മക്കൾ വരെ, മക്കൾ, ഭാര്യ, ബന്ധുക്കൾ തുടങ്ങി എല്ലായിടത്തും നമുക്കൊരു ദേഷ്യത്തെ പ്രദാനം ചെയ്യുന്ന സാഹചര്യം. മകയിരം, തിരുവാതിര, പുണർന്നം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും ഈ ഒരു പ്രോസസ്സ് 9-ൽ ലഗ്നത്തിൻ്റെ 9-ൽ കേതു സർപ്പം നിന്നാൽ, രാഹു നിന്നാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് അവിടെ എന്തായാലും വന്നിരിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതുപോലെ ശാസ്ത്രപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യാഭ്യാസം നിങ്ങൾ നേടി, ഗണിതശാസ്ത്രം, സയൻസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സംബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല പരിജ്ഞാനവും അറിവുമൊക്കെ നിങ്ങൾക്ക് 9-ലെ സർപ്പം എന്തായാലും തന്നിരിക്കുന്നതുപോലെ സംശയമൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസപരമായ രീതിയിൽ പഠനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ശാസ്ത്രപരമായ രീതിയിൽ തരും. എന്താ വെച്ചാൽ അതിനേക്കാളും താഴ്ന്ന നിലയ്ക്ക് ഒരു മൂർഖാങ്കട നടത്തുന്ന ആൾക്കും
ആ ഒരു ഗണിതശാസ്ത്രപരമായ രീതിക്ക് കണക്ക് കാൽക്കുലേറ്ററൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം കണക്കുകൾ കൂട്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് മനക്കണക്ക് എന്ന് പറയും. ഈ പ്രോസസ്സ് അവർക്ക് എന്തായാലും വർക്കൗട്ടായിരിക്കും. ഒരു ആശാരിയാണെങ്കിലും ശരി, ഒരു ഒരു ഇടം കണ്ടിട്ട് അദ്ദേഹം മനക്കണക്കിലൂടെ പറയും ഇത്ര വേണം ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും. ആ പ്രോസസ്സ് അവർക്ക് മനക്കണക്കിലൂടെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഇവിടെ അറിവ് പഠിച്ചവർക്ക് മാത്രമെന്നല്ല, പഠനമില്ലാത്തവർക്കും പണ്ട് കാലത്തുള്ള പഴയ കാലത്തുള്ളവർക്കും ഈ പ്രോസസ്സിൽ നിൽക്കുന്ന ഗ്രഹം ശാസ്ത്രപരമായ രീതിയിലുള്ള ഒരു പരിജ്ഞാനത്തെ എന്തായാലും നൽകിയിരിക്കും. അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സർപ്പം രാഹു മറ്റൊരു കാര്യം ചെയ്യും. ഇപ്പോൾ ഒരു മിഥുനം രാശിക്കാരന് വിവാഹം കഴിക്കുന്ന വീട്ടിലേക്ക് ഒരല്പം കാശൊക്കെ ചിലവാക്കി അവരെ സഹായിക്കുന്ന മനോഭാവം ആദ്യകാലത്ത്, അതായത് വിവാഹം കഴിച്ച് പോകുന്നിടത്ത് കാശൊക്കെ ചിലവാക്കുന്ന സാഹചര്യങ്ങളൊക്കെയും വരും. അതുപോലെ അവിടെ എന്തെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ആഭരണത്തേക്ക് അവർക്ക് കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും. പിൽക്കാലത്ത് മനസ്സിലാവും അതൊന്നും വേണ്ടായിരുന്നു എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാക്കും. അവനവന് വേണ്ടിയിട്ട് അവനവനെല്ലാം സൂക്ഷിച്ചാൽ നല്ലത് എന്ന് എനിക്ക് പറയാനായിട്ട്. അപ്പോൾ 9ാം ഭാവത്തിലെ രാഹു ഇത്തരം പ്രോസസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് നൽകി. ഇപ്പോൾ നിലവിൽ രാശിക്കുള്ളിലിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി അവിടെ ഉണ്ടായിട്ടും നമുക്ക് പ്രയോജനമില്ല. പക്ഷേ ഇന്ന് മുതൽ തന്നെ മാറ്റം, ജൂൺ 2 മുതൽ മാറ്റം വരുന്നു. അത് ഗുണകരമായ മാറ്റം. അത് സർപ്പത്തിന് മേൽ ദൃഷ്ടിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാകാനും പോകുന്നില്ല. അടുത്തതായിട്ട് ലഗ്നത്തിൻ്റെ 10ാം ഭാവത്തിലാണ് ഈ ശനീശ്വര ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 10ലൊരു പാപിയെങ്കിലും ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതെന്നാണ് എപ്പോഴും പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ ശനി ഭഗവാനെ കൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണവുമില്ല. എത്രത്തോളം പ്രോസസ്സുകൾ കൊടുക്കുന്നോ അത്രത്തോളം പിന്നിലേക്ക് വലിയപ്പെടും. അതായത് പാഠം പഠിപ്പിക്കും എന്നുള്ളതാണ്. ഇവിടെയാണ് ശനി നമ്മളെ പാഠം പഠിപ്പിക്കുന്ന ഒരിടമായിട്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയധികം അഗ്രസീവായ മോഡിൽ അദ്ദേഹം നല്ല രീതിക്കുള്ള പാഠങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഇനി ആ ഒരു പ്രോസസ്സില്ല, കൊടുത്ത പ്രാർത്ഥനകൾക്കുള്ള ഫലം എന്തായാലും അവിടെ ലഭിക്കും. എന്നാൽ ലഗ്നവശാൽ 10ലെ ശനി നമുക്ക് തരുന്ന ഒന്നും നമുക്ക് സ്ഥായിയായ ഒരു സമ്പത്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തിനും സ്ഥായിയായ ഒരു സമ്പത്തായിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ശനി തരുന്നത് ഒന്നും തന്നെ നിരന്തരമല്ല. അഥവാ നിരന്തരമായി തന്നാലോ അതൊരിക്കലും നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യില്ല. അപ്പോൾ 10ലെ ശനി നമ്മൾ എന്ത് കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചാലും അതിനുള്ള മാർഗത്തെ കാട്ടിത്തരും. മാർഗം കാട്ടിത്തരുമെന്നല്ലാതെ പ്രയോജനം തരില്ല എന്നുള്ളതും സത്യമാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രായമുള്ള ഒരു 60 വയസ്സൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ ക്ഷേത്രത്തിൻ്റെയോ അമ്പലത്തിൻ്റെയോ ഏതെങ്കിലും ട്രസ്റ്റി ആയിട്ടോ ഏതെങ്കിലും ഒരു സംഘടനയുടേതായ ഒരു തലപ്പത്തൊക്കെ കയറിയിരിക്കുന്ന ഒരു സാഹചര്യം, അതെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റെങ്കിലുമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഈ 10ലെ ശനി നൽകുന്ന ഒരു എവിടെയെങ്കിലും ഒരു ഇത് നൽകിയിരിക്കും. അതുപോലെ തന്നെ ആർക്കും വഴങ്ങി കൊടുക്കാനുള്ള ഒരു മനസ്സ് തരില്ല. തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇവിടെ 10ലെ ശനി നമുക്ക് തരില്ല. ഇതാണ് എപ്പോഴും പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം. ഒരല്പം തലതാഴ്ത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ശരി പൊക്കോട്ടെ, ശരി ചെയ്തോളൂ എന്ന് പറയാനുള്ള മനസ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന ഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെയായിരിക്കും എല്ലായിടത്തും തോൽവി ഉണ്ടാകും. അത് തൊഴിലിടങ്ങളിൽ തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ള ഒരു ഭാവത്തെ പ്രധാനം. തിരുവാതിരയ്ക്ക് 99% 101% അവർ ഇത്തരം പ്രോസസ്സുകൾ അവർക്ക് വരികയും തൊഴിൽ വലിച്ചെറിയുകയും ചെയ്യും. തിരുവാതിര ആണെങ്കിലും അങ്ങനെ ശരി, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട, അവിടെ നിന്ന് കാശ് വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കില്ല. മറ്റൊരാൾ പറയും വേണ്ട എന്ന് പറഞ്ഞാൽ നീ എന്നെ പഠിപ്പിക്കാനൊന്നും വേണ്ട, നിനക്ക് തരാനുള്ള മനസ്സിലല്ലോ, ഞാൻ അവിടെ നിന്ന് വാങ്ങാം, എനിക്കറിയാം എങ്ങനെ കൊടുക്കണം. പക്ഷേ ചെന്ന് പെടുന്നതും ഇവരായിരിക്കും. മിഥുനത്തിലെ ഈ പുണർന്നമാണെങ്കിലോ എപ്പോഴും മറ്റുള്ള കുടുംബക്കാരുടേതായ വാക്കുകളും വിശ്വസിച്ചിട്ട് ഓരോ കാര്യങ്ങളും അത് ചെയ്യ് ഇത് ചെയ്യ് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവസാനം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനും കാണില്ല, ആരും കാണില്ല, ഒറ്റയ്ക്ക് നിന്ന് കണ്ണീരൂടേണ്ട ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് അറിയാം, കാരണം അവർക്ക് ഏതൊരു കാലഘട്ടവും കഷ്ടകാലം പിടിച്ച കാലഘട്ടം തന്നെയാണ്. പക്ഷേ മനസ്സുണ്ട്, എങ്ങനെയെങ്കിലും ജയിക്കാം അല്ലെങ്കിൽ ജീവിക്കാം, കോടീശ്വരനാവണമെന്ന ചിന്തയൊന്നും ഈ പുണർന്നത്തിനുണ്ടാവില്ല. ഉണ്ടാവണം, എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവണം ചിന്താഗതിയായിരിക്കും. പക്ഷേ ദൈവം അങ്ങനെ മനസ്സുള്ളവർക്ക് ഒന്നും കൊടുക്കില്ല. കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അതിനെ എടുക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ ഈ ഭാവത്തിലെ കണക്ക് 10ാം ഭാവത്തിലെ ശനി നമുക്ക് തരുന്നതൊന്നും സ്ഥായിയല്ല, നിരന്തരവും അല്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലഗ്നത്തിൻ്റെ 11ാം ഭാവത്തിലാണ് ചൊവ്വ സ്വന്തം വീടായ മേടം രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ എങ്ങനെ ചൊവ്വ നിൽക്കുന്ന സമയത്ത് നല്ല ഇപ്പോൾ കുട്ടികളൊക്കെ ഇല്ലാതിരുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ
ഇവിടെ IVFൻ്റെ ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ പരിപൂർണ്ണമായിട്ട് ഫലത്തേക്ക് ഇവിടെ ചൊവ്വ പ്രദാനം ചെയ്യും. അതിൽ യാതൊരുവിധ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. 100% നടക്കും. വിവാഹം നടക്കാതെ ഇരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ പൊതുവായിട്ട് 11ാം ഭാവത്തിലെ ചൊവ്വയുടേതായ പ്രശ്നം എന്താ വെച്ചാൽ ധാരാളം ധനവും ഐശ്വര്യവും ഒക്കെ നൽകും. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിക്കൊന്നും ചേർത്ത് വയ്ക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മളെപ്പോഴും ജീവിക്കേണ്ടതായിട്ട് സാഹചര്യം. അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ക്രിയേറ്റഡായ മൈൻഡ് കൊടുത്താൽ 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് 2 വഴിക്ക് നിങ്ങൾക്ക് കാശുണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ തരും. ഒന്ന് സ്വന്തം ക്രിയേറ്റിവിറ്റിയും മറ്റൊന്ന് മറ്റൊരാളുടെ ഒപ്പം പോയി ജോലി ചെയ്യുന്നതിൻ്റേതായ രീതിയിലും. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നല്ല സുഖത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു മനസ്സൊക്കെ പ്രദാനം ചെയ്യും എന്നുള്ള കാര്യം കൂടി ഇവിടെ പ്രധാനം. അതുപോലെ മക്കൾക്ക് നിങ്ങളെക്കൊണ്ട് യാതൊരു ഉപയോഗമില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും. മകയിരം തിരുവാതിര പുണർന്നൊക്കെ ആണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഈ ലഗ്നത്തിൻ്റെ 11ാം ഭാവത്തിലിരിക്കുന്ന ചൊവ്വ ഉപകാരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾക്ക് അവരെക്കൊണ്ടും ഇല്ലാത്ത സാഹചര്യം, പിണങ്ങി പോകുന്ന സാഹചര്യം, മക്കളൊക്കെ പിണങ്ങി പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്നു, അതിനാൽ മനോദുഃഖത്തിനൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യവും ഇവിടെ ചൊവ്വ ക്രിയേറ്റ് ചെയ്യപ്പെടും. എപ്പോൾ പിണക്കത്തിൻ്റെ ആളാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. പിണങ്ങിപ്പൂക്കളെ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കാണാനായിട്ട് പോകണമെന്നുള്ളതാണ്. അമ്മയോട് വളരെ ഒരു ഇഷ്ടമൊക്കെ പ്രധാനിച്ച് അച്ഛനോട് ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അടുപ്പം കാണിക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഇല്ല. ഈ ചൊവ്വയുടെ പ്രഭാവം എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും ചിന്താഗതികളിലെ വ്യത്യസ്തതകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെതായ 12ാം ഭാവത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. മിഥുനം ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിലാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണുകൾക്ക് എന്തെങ്കിലും തകരാറ്, അത് ഇടത്തെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ തകരാറുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. കാഴ്ചയ്ക്ക് തകരാറോ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ വെൽഡിങ് സംബന്ധപ്പെട്ട കാര്യങ്ങളോ കട്ടിങ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, മെഷീൻ വച്ച് കട്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ജാഗ്രത പുലർത്തണം. എന്തെങ്കിലുമൊക്കെ വന്ന് കണ്ണിലൊക്കെ ഒന്ന് തറയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതായത് എവിടെ വന്നിരിക്കുന്നു അതിൻ്റേതായ സ്വഭാവം അവർ കാട്ടിയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തും അറിയാവുന്ന ഭാവത്തിലേക്കൊന്നും എടുത്ത് ചാടരുത്. തീർച്ചയായിട്ടും അത് ഉപകാരത്തിന് പകരം ഉപദ്രവമായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ 12ലെ സൂര്യൻ നമുക്ക് തന്നെ 1 മാസക്കാലമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ 12ൽ ജന്മജാതകത്തിൽ സൂര്യൻ ഇരിക്കുന്ന ജാതകക്കാരാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ധനപരമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടോ എന്ന് വെച്ചാൽ പണം വരും, വന്ന വഴിക്ക് തന്നെ പോകും. 10,000 വന്നാലും വന്ന വഴിക്ക് പോകും. 1,00,000 വന്നാലും വന്ന വഴിക്ക് പോകും. വന്നോ എന്ന് ചോദിച്ചാൽ വന്നു, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് തന്നെയാണ് ഈ 12ലെ സൂര്യൻ ചെയ്യുന്നത്. കാര്യം ശുക്രൻ്റെ വീട്ടിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉന്നതമായ നിലയ്ക്ക് എല്ലായിടത്തും ഇറങ്ങി പ്രവർത്തിക്കും. കയ്യിൽ 10 രൂപ എടുക്കണമെങ്കിൽ ആരെങ്കിലും തരണം. ആ പ്രോസസ്സിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് ഈ ഉള്ള കാശ് സൂക്ഷിച്ച് വെക്കാനായിട്ട് പഠിക്കണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വഭാവം ഒരു ദുസ്വഭാവമൊക്കെ പ്രദാനം ചെയ്യും. സ്ത്രീകളുമായിട്ടൊരു നല്ല രീതിക്ക് അടുത്ത് പോകാനും അവരുമായിട്ടുള്ള ഒരു ഐക്യതയിലേക്ക് വരാനും ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാര്യം ശുക്രൻ്റെ വീട്ടിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സംരക്ഷകൻ എന്ന നിലയ്ക്ക് പോയി അവർ നമ്മുടെ തലയിലാവുന്ന സാഹചര്യത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഇത്തരം പ്രോസസ്സുകളൊക്കെയാണ് ഇത് തരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സൂര്യൻ നിൽക്കുന്നത് 1 മാസക്കാലത്തേക്കാണെങ്കിൽ തന്നെയും ജന്മജാതകത്തിൽ സൂര്യനുള്ളവർക്ക് ആയുസാണ്ട് കാലവുമാണ്. അപ്പോൾ സംരക്ഷകനാകുന്ന കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തണം. സ്വന്തം ജീവിതത്തെ കണക്കിലെടുത്ത് വേണം പോകാനായിട്ട്. ഇനി ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ വ്യാഴത്തിൻ്റെ മാറ്റം രാശി വശാൽ എങ്ങനെയാണ് എന്നൊന്ന് നോക്കിയാൽ, ഇപ്പോൾ വ്യാഴം ഇരിക്കുന്നത് കർക്കിടകം രാശിയിലാണ്. അപ്പോൾ പൂർണ്ണ ബലത്തോടുകൂടി ഇരിക്കുന്ന വ്യാഴത്തിന് ഇരിക്കുന്ന ഇടം നല്ല ബലമായതുകൊണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഒരു വിൽ പവർ കൂടുതലാണ്. അതുപോലെ 5ാം ഭാവമായിട്ട് അദ്ദേഹം ചൊവ്വയുടെ വീടായ വൃശ്ചികം രാശിയിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ വൃശ്ചികം രാശിയിലേക്ക് നോക്കുന്നത് 7ാം ഭാവമായിട്ട് മകരം രാശിയിലേക്കും 9ാം ഭാവമായിട്ട് അതുപോലെ മീനം രാശിയിലേക്കുമാണ് ദൃഷ്ടി പതിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭാഗ്യാധിപതി സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതുകൊണ്ട് ശനിയുടേതായ പ്രശ്നം ഇവിടെ എന്നേക്കുമായി നിങ്ങൾക്ക് അവസാനിച്ച് കിട്ടും. തൊഴിൽപരമായ രീതിയിലൊരു മുന്നേറ്റത്തേക്ക് തരും. ഗുണകരമായ രീതിയിൽ അത് പ്രയത്നത്തിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. 100% ഗുണമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എന്തായാലും 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ശനിയുടെ വീടാണ് മകരം രാശി. അപ്പോൾ മകരം രാശിയാധിപൻ 9ാം ഭാവത്തിലാണ് ചെന്നിരിക്കുന്നത്. വ്യാഴത്തിൻ്റെതായ 9ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തൊഴിൽ ഭാവം 10ാം ഭാവമായിട്ട് 100% തൊഴിൽ എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ട്. അത് യാതൊരു തർക്കവും വേണ്ട. ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായ രീതിയിൽ എന്തായാലും ഉയർച്ചയുണ്ട്. പോയത് പോയി, ഇനി വരാനുള്ളത് എന്തായാലും നല്ലത് വരും. കിട്ടാനുള്ള കാശൊക്കെ കുറച്ചായിട്ട് തിരികെ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. വിവാഹം നടക്കാതിരുന്നവർക്ക് എന്തായാലും വിവാഹം നടക്കുന്ന കാലമാണ്. 32 വയസ്സായിട്ടും വിവാഹം നടക്കാതിരുന്ന ആൺ പെൺ ആരായാലും അവർക്ക് ഈ വർഷം എന്തായാലും വിവാഹം 100% ഉറപ്പാണ്. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നടന്നിരിക്കും. ഇനി ആ ബന്ധം ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ വേണ്ടാന്ന് വയ്ക്കുന്ന നിങ്ങളുടേതായ ഒരു ഇതായിരിക്കും. എന്തായാലും വിവാഹം എന്ന് പറയുന്നത് ഒരു ഇതാണ് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ശരിയായ രീതിക്ക് ഞാനീ പറയുന്നെങ്കിലും ശരിയായ രീതിക്ക് ആലോചിച്ച് കണ്ടെത്തിയൊക്കെ ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. തൊഴിൽപരമായ രീതിയിൽ 100% ഉപദേശങ്ങൾ ആരെങ്കിലും തന്നാൽ അത് കേൾക്കണം. മുതിർന്ന ആൾക്കാരുടേതായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഈ വീഡിയോ വളരെയധികം നിർണായകമായ ഒരു വീഡിയോ ആണ്. കാര്യം ഈ ബേസിക് ആയിട്ടുള്ള കാര്യത്തെ ലഗ്നവശാൽ എങ്ങനെയാണ് രാശിക്കുള്ളിൽ ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രഹം ജന്മജാതകത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ 100% ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. അതിൻ്റെ ബേസിൽ മാത്രമായിരിക്കും രാശി വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ രാശി പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. ഇപ്പം മിഥുനത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാ രാശിക്കാരെ കുറിച്ചിട്ട് ചിങ്ങം, കന്നി, തുലാം എല്ലാ രാശിക്കാരെയും കുറിച്ചിട്ട് പറയുന്നു. അത്യാവശ്യം 6 രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. ജാതകം പരിശോധിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ വാട്സാപ്പിലെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സമയവും അതുപോലെ തന്നെ ജനിച്ച സ്ഥലം, ടൈമും ഒക്കെ അയയ്ക്കുക. ജാതകം ദക്ഷിണ വാങ്ങി മാത്രം തന്നെ ആയിരിക്കും പരിശോധിക്കുക. ഒരു ജാതകം പരിശോധിക്കുന്നതിന് 1501 രൂപയാണ് ദക്ഷിണയായിട്ട് വാങ്ങുക. മിനിമം 2 മണിക്കൂർ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ലൈവായിട്ട് തന്നെയാണ് ഞാൻ ഗൂഗിൾ മീറ്റിലൂടെ തന്നെയാണ് ജാതകത്തെ റീഡ് ചെയ്ത് തരുന്നത്. അതുപോലെ ചിലർക്ക് വാട്സാപ്പിലൂടെയോ എങ്ങനെ വേണമെങ്കിലും ഞാൻ ചെയ്യും. വിദേശത്തുള്ളവർക്ക് ഗൂഗിൾ മീറ്റ് വഴി തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈവായിട്ട് 2 മണിക്കൂർ നിങ്ങളത് കേൾക്കുന്ന വേളയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാനും മാറ്റങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. 100% ഉറപ്പല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ പറയില്ല. ഞാനിവിടെ ഫാസ്റ്റ് പ്രോസസ്സായ കുട്ടിച്ചാത്തൻ പ്രോസസ്സൊന്നും ഞാനിവിടെ ചെയ്യാറില്ല. നിങ്ങൾക്ക് തിയറിക്കലായിട്ട് അതിനെ കണ്ടെത്തി അതിനെ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റി പുതിയ രീതിയിൽ ജീവിതത്തെ നയിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തരുന്ന ജാതകത്തിൻ്റെതായ റീഡിങ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുമെന്നുള്ളത് 100% സത്യമാണ്. കാരണം ഞാൻ ആർക്കൊക്കെ റീഡ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയും അതിൻ്റെതായ രീതി മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് വിജയത്തിലേക്ക് വരാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പൊടുന്നനെയുള്ള ആ ഒരു വേഗത്തിലേക്ക് ആരും എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്കായിട്ടുള്ള ടൈം സ്ലോട്ട് കിട്ടാനൊക്കെ ഒരല്പം താമസമെടുക്കും. എന്നിരുന്നാൽ തന്നെയും അത് നിങ്ങൾക്ക് ശുഭകരമായ ഒരു കാര്യം തന്നെ ആയിരിക്കും.